റഷീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഗ്രീൻ പീസ് വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നേരത്തെ കുതിർത്തി വെച്ച ഗ്രീൻ പീസ് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. അതേപോലെ അല്പം ഉരുളക്കിഴങ്ങും ഉപ്പ് ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് അതിൽ പട്ട, കറാമ്പ്, ഏലക്കായ ഇവയൊക്കെ ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി വാടി വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാൽ ഒഴിക്കുന്നില്ലെങ്കിൽ അതിനു പകരം തേങ്ങാപ്പാൽ ചേർത്താലും മതി. കറി അധികം കുറുകി വരുന്നതിന് മുന്നേ ഓഫാക്കുക. കുറേ നേരം കഴിഞ്ഞ് തണുത്ത് വരുമ്പം വീണ്ടും നന്നായി കുറുകി വരും. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കുറച്ച് മല്ലിയിലയും ഒരു സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.